നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ കോർപ്പറേഷന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്ക് കുറിക്കൊള്ളുന്ന മറുപടിയുമായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചായിരുന്നു ആശാനാഥിന്റെ പ്രതികരണം. ആറ്റുകാൽ പൊങ്കാല വൻ വിജയമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തന്നെ സമ്മതിച്ച കാര്യമാണ്. പക്ഷേ ചില സോഷ്യൽ മീഡിയയിലെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാകുന്നുമില്ല. പൊങ്കാല വിജയകരമാണെന്ന് അംഗീകരിക്കാനും ആകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു ആശാനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും കുറിക്കൊള്ളുന്ന മറുപടിയായിരുന്നു ആശാനാഥിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത്. മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്: ആറ്റുകാൽ പൊങ്കാല വൻ വിജയമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് ആശാനാഥ് മന്ത്രി പോലും സമ്മതിച്ച കാര്യമാണ് പൊങ്കാല വൻ വിജയകരമാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മറ്റു ചിലർക്ക് അത് അംഗീകരിക്കാനാകാത്തത് എന്ന ചോദ്യമാണ് ആശാനാഥ് ഉന്നയിക്കുന്നത്. മാത്രമല്ല മന്ത്രി ഈ പൊങ്കാലയെക്കുറിച്ച് പങ്കുവച്ച മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. മതനിരപേക്ഷതയുടെയും മാനവികതയുടെയും വിളംബരമായി മാറിയ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഈ വർഷവും അതിഗംഭീരമായി പൂർത്തിയായിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംഗമത്തിന് ആതിഥ്യമരുളാൻ തിരുവനന്തപുരം നഗരം സർവ്വസജ്ജമായിരുന്നു. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മറവിൽ വർഗീയ വിദ്വേഷം പടർത്താനും ആറ്റുകാൽ പൊങ്കാലയെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാനും ചില ശക്തികൾ നടത്തിയ ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞ സമൂഹത്തിന് അഭിവാദ്യങ്ങൾ. കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യത്തെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് പ്രബുദ്ധരായ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പൊങ്കാല പ്രമാണിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനും ഗതാഗത ശുചീകരണ സംവിധാനം കുറ്റമറ്റതാക്കാനും സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളും നഗരസഭയും ഏകോപിതമായി നടത്തിയ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. ആറ്റുകാൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ വിശ്വാസികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് സാധിച്ചു. ഈ ഉത്സവത്തിന് യഥാർത്ഥ മഹിമ വിളിച്ചോതുന്ന വാർത്ത പങ്കുവച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപരവിദ്വേഷത്തിന്റെയല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഒത്തൊരുമയുടെ ലിപിയാണ് കേരളത്തിന്റെ ചരിത്രത്തിലുള്ളതെന്ന് ഈ വരികൾ സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും അത്തരത്തിൽ വിജയകരമാണെന്ന് മന്ത്രി പറയുന്നു. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഇതിന് പിന്നാലെയാണ് ആശാനാഥ് മന്ത്രിയുടെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനിയും ഇത് പരാജയമാണെന്ന് പറയുകയാണോ വിമർശകർ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അതേസമയം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന ഇഷ്ടികകൾ, അതിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് മേയർ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടികകൾ ശേഖരിച്ച് ഭവന പദ്ധതിക്കായി ഉപയോഗിക്കുന്നതിൽ പ്രതികരിച്ച് മേയർ VV രാജേഷ് CPM ഭരണസമിതിയുടെ മാതൃക തുടരാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉന്നയിച്ച വിമർശനത്തെക്കുറിച്ചായിരുന്നു മേയറുടെ ചോദ്യങ്ങൾ ഉയർന്നത്. വെറുതെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതി വിട്ടിട്ട് കാര്യമില്ല എന്നായിരുന്നു മേയറുടെ പ്രതികരണം. പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ കട്ട കൊടുക്കുന്ന രീതി ഒന്ന് പിന്തുടർന്ന് നോക്കാമെന്ന് മാത്രമാണ് താൻ കരുതിയത്. പക്ഷേ കണക്ക് നോക്കുമ്പോൾ കട്ട മാറ്റാൻ മാത്രം 10 ലക്ഷം രൂപ വരെ കൂലിയാകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം കല്ല് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എത്ര പേർക്ക് കൊടുക്കാൻ സാധിച്ചുവെന്നും ആ കണക്കുകൾ അടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കേണ്ട എന്ന് കരുതി അതുകൊണ്ടാണ് ആ പദ്ധതി തുടർന്നത് എന്നാണ് മേയർ പറയുന്നത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ, അതായത് ഇഷ്ടിക ശേഖരിക്കുന്ന വിഷയത്തിൽ പ്രതികരിച്ച് VK പ്രശാന്ത്, മുൻ മേയർ കൂടിയാണ് അദ്ദേഹം, MLA ആണ്, ഒട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് പ്രതികരിച്ചിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ശേഖരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സർക്കാർ ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളായ നിർധന കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതി തുടങ്ങിയത് 2018 തൻ്റെ ഭരണകാലത്താണെന്ന് ഒട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് പറഞ്ഞു. പിന്നീട് വന്ന ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിലും ഇത് പിന്തുടർന്നു. ഇതിലൂടെ 100-ലധികം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായം എത്തിക്കാനായി. ഈ പദ്ധതി തുടങ്ങിയ കാലം മുതൽ അതിനെ എതിർത്തു വന്നവർ ഇപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൽ എത്തിയപ്പോൾ പദ്ധതി തുടരാൻ തീരുമാനിച്ചു എന്നറിയുന്നു. അത് നല്ല കാര്യമാണ് എന്നായിരുന്നു VK പ്രശാന്തിന്റെ പ്രതികരണം. എന്തായാലും ഇഷ്ടിക ശേഖരണം തുടരും. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു കാലത്ത് വലിയ വിവാദമായതായിരുന്നു ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർ ഇഷ്ടിക അത് അവിടെ ഇടണം, അത് എടുക്കരുത് എന്ന് പറഞ്ഞത് ചെറിയ രീതിയിൽ വിവാദമായിരുന്നു. പക്ഷേ ആ കട്ടകൾ എടുത്തുകൊണ്ട് പോകുന്നത് ഈ ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നത് വളരെ പ്രശംസനീയമായ കാര്യമായിരുന്നു. പുതിയ കോർപ്പറേഷൻ വരുമ്പോൾ ആ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നതും ഒരു ചോദ്യമായിരുന്നു. പക്ഷെ അത് തുടരുക എന്ന തീരുമാനത്തിൽ തന്നെ പുതിയ കോർപ്പറേഷൻ ഭാരവാഹികളും ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ദിവസം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ്, അതായത് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. അവരുടെ ആറ്റുകാൽ ദിവസത്തെ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്.
Thank you.